അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശറഫാക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് താങ്ങും തണലുമായി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഖുതുബുസ്സമാൻ മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ വലിയ കറാമത്ത് കൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മറ്റ് ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഹുർമത്ത് കൊണ്ട് ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു തആല സാധുക്കളായ പാവങ്ങളായ ദോഷികളായ നമ്മളെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘകുടുംബങ്ങളെയും മുഹബ്ബീങ്ങൾ ഈ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകൾ, നാട്ടിലുള്ളവർ, വിദേശ നാടുകളിലുള്ളവർ എല്ലാവരെയും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അല്ലാഹു പൊരുത്തപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ പെടുത്തി തിരുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി തരട്ടെ. അവരെയും നമ്മളെയും എല്ലാം അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ മദ്ഹർ സ്ഥാപനത്തിന്റെ നേതൃത്വമാണ്. ആ മദ്ഹറിന്റെ 25ാം വാർഷികവും ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ 10ാമത്തെ ആണ്ടും ജൂൺ മാസം 15 മുതൽ 19 വരെ നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ശ്രദ്ധയിലുണ്ടാവുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ആ സ്ഥാപനത്തിന്റെയും തങ്ങളുടെയും എളിയ ഒരു ഖാദിമി എന്ന നിലക്ക് നിങ്ങൾ ആമുഖമായി ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി തരട്ടെ. നമ്മളായിട്ട് ജോറുള്ള ഭേദം അപ്പറാന്തോ ആ സൗണ്ട് കുറച്ചാൽ നമുക്ക് സലാമത്ത് കിട്ടും. അപ്പോ അങ്ങനെ എല്ലാം കൂടി ആയാലേ ഉറൂസാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. എവിടെയും ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാലേ ഉറൂസാവുള്ളൂ, ഒരു സ്ഥലത്ത് മാത്രം വേണം പറഞ്ഞാൽ ഉറൂസാവൂല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ കൺട്രോൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ ആരുമില്ല, ഇനി വരെയില്ല. ഇൻഷാ അല്ലാഹ് താജുൽ ഉലമയുടെ അനുസ്മരണം നാളെ വൈകുന്നേരം ഇവിടെ നടക്കും. അല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപാബയുടെ അനുസ്മരണം നാളെ അസർ നിസ്കാരാനന്തരം ഇവിടെ നടക്കും. താജുൽ ഉലമനെ അനുസ്മരിച്ചില്ലെങ്കിൽ മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തങ്ങളവർകൾ നമ്മളെ കൊട്ടെ നമ്മളിൽ നിന്നിട്ട് മുഖം തിരിച്ചു കളയുമോ എന്ന് നമ്മൾ പേടിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് ഉറൂസ് കമ്മിറ്റി നമ്മളെല്ലാവരും വളരെ ഭംഗിയായി മഹാനായ താജുൽ ഉലമ ആരായിരുന്നു എന്ന്
നമുക്ക് ഇൻഷാ അല്ലാഹ് അനുസ്മരണ വേദിയിൽ വെച്ച് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വലിയ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ അനാഥകളായി യതീമുകളായി പോയിട്ടുണ്ട്. അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഉറൂസ് തുടങ്ങി രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്. അന്നും മഹാനായ സുൽത്താൻ ഉലമയുടെ മഹാന്മാരായ സാദാത്യങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ആയുസ് ആഫിയത്ത് തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. ഇനി ഉറൂസിന്റെ അവസാനം വരെ വളരെ ഭംഗിയായി വളരെ ഐക്യത്തോടും യോജിപ്പോടും സ്നേഹത്തോടും കൂടി വളരെ ഗംഭീരമായി വിജയിപ്പിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിന്ന് കാണാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാത്രി എന്ന നിലക്ക് നമുക്കൊരു സലാത്തും സലാമും കൊണ്ട് നമ്മുടെ സദസ്സ് തുടങ്ങാം. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാത്ത ഒരു സുന്നി ഉണ്ടായിക്കൂടാ. സ്വലാത്ത് ചൊല്ലാത്തൊറ്റ സുന്നി ഉണ്ടാകാൻ പാടില്ല. കാരണം സുന്നി അല്ലാത്തവർ ഇപ്പൊ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞമ്മളി പിന്നെ ഓറ് തുടങ്ങിയെന്ന് മനസ്സിലാക്കി ഞമ്മ നിർത്തിയാൽ ഞമ്മ ഓറ് ഞമ്മാവും. അല്ലാഹു കാക്കട്ടെ. ഞമ്മ തന്നെ ഓറ് ഞമ്മായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, അതിൽ നമുക്ക് ബേജാറില്ല. ഞമ്മ തന്നെ. അപ്പോ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അയ്യാമിക്കും, നിങ്ങളെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ജുമുഅ ദിവസമാണ് എന്ന് പറഞ്ഞു. ആ ജുമുഅ ദിവസത്തിന്റെ രാത്രി അതും വളരെ ശറഫാക്കപ്പെട്ട രാത്രിയാണ്. അതുകൊണ്ട് ആ നല്ല രാത്രിയിൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അക്സിറു ഫീ അലയ്യ സ്വലാത്തക്കും, നിങ്ങൾ എന്റെ മേൽ ആ രാത്രി സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരൊക്കെ ഒരു 2 മിനിറ്റ് നിങ്ങളെ കൽബിനെ ഒന്ന് മദീനയിലേക്ക് തിരിച്ച്, മദീനയിൽ നിന്ന് വന്നതാണ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ. ആ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ ആ ഖബറിൽ നിന്ന് എപ്പോഴും വിശുദ്ധ മദീനയിലേക്ക് അവിടുത്തെ മുഖം തിരിക്കുന്നുണ്ടാകും. ഉപ്പാപ്പയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടാകും. അവരോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച രാത്രി നമ്മുടെ എല്ലാവരെയും ഖൽബ് ഹൃദയമൊന്ന് മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഖൽബിൽ ഓർമ്മ വെച്ചുകൊണ്ട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സലാത്തും സലാമും ചെല്ലാം. ഞാൻ ഓർക്കുന്നു 10 വർഷം മുമ്പ് കഴിഞ്ഞ ഉറൂസല്ല മുമ്പേത്തെ ഉറൂസിനി മഹാനായ താജുൽ ഉലമ തങ്ങൾ പാപ്പാടൊപ്പം ഈ സ്റ്റേജിൽ അവിടത്തെ ചെരുപ്പെടുത്ത് നടന്നിരുന്ന ഞാൻ ഓറു പറഞ്ഞിട്ട് വാല് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ അന്ന് എന്റെ മുമ്പ് വാല് പറഞ്ഞത് മഹാനായ മർഹൂം പാറന്നൂർ ഉസ്താദ്, അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവര് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ താജുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ കുറച്ച് വാല് പറഞ്ഞാ മതി, ഇയാള് കുറെ ഏറെ പറയട്ടെ, ഇയാൾ ഇവിടുത്തെ എല്ലാ അവസ്ഥയും അറിയുന്ന ആളാണ് എന്ന് മഹാനായ താജുൽ ഉലമ പറയുകയും ഒന്നിച്ചു തന്നെ വരുമ്പോൾ ഞാൻ പാറന്നൂർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ നന്നായി വാല് പറയണം, കുറെ ഞാൻ ഇവിടുത്തെ ഒരാളാണ്,
ഞാൻ കുറച്ച് പറഞ്ഞോളാം അവസാനം. അപ്പ എന്നോട് പറഞ്ഞു, മോനെ അത് കഴിയില്ല, ഇവിടെ നിന്ന് ഓർഡർ വന്നല്ലോ, ഇനി ഞാൻ വയറ് തുടങ്ങി കുറച്ച് കഴിയുമ്പോ എന്നെ നോക്കും, അപ്പൊ എനിക്ക് പേടിയാകും. ചിലപ്പോ എന്നോട് മതി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മതിയാക്കണം, അതിന് മുമ്പ് തന്നെ ഞാൻ മതിയാക്കും. ഞാൻ ആ സംസാരമെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചു മുമ്പ്. ഉറൂസ് എല്ലാം 15 കൊല്ലം കൂടുമ്പോ കൃത്യമായി നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കിപ്പോ ഓർമ്മയിലില്ല. അങ്ങനെ ഇവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് വയറ് തുടങ്ങി. താജുൽ ഉലമ തന്നെയാണ് എപ്പോഴും ദ്വാരക്കാറ്, വേറെ ആരും ദ്വാരക്ക് നിൽക്കൂല. അങ്ങനെ വയറ് തുടങ്ങി അരമണിക്കൂറാകുമ്പോൾ പാറന്നൂർ ഉസ്താദിനേക്ക് ഇങ്ങനെ നോക്കി, സ്റ്റേജിൽ നിന്ന് ഒരു നോട്ടം നോക്കി. ആ സമയത്ത് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് മനസ്സിലായി, ഇത് ഞാൻ നിർത്താനുള്ള സമയമായി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ നിർത്തി. ഞാൻ വല്ലാത്ത ബേജാറായി പോയി. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ആ എണിച്ച് പറ. അങ്ങനെയാണ് ഓർഡർ, ഓരോ ശൈലി അങ്ങനെ. പറ മൊയിലാരെ, പറ മൊയിലാരെ എന്ന് പറഞ്ഞു. പറ. ഞാൻ പറയാനാ പറഞ്ഞത്. ആ എന്താ നോക്കണത്? പറയാൻ വന്നില്ലേ? പറ. അല്ല, എന്ത് പറയണമെന്ന് പറയുമ്പോ പറഞ്ഞോളും. പറഞ്ഞോ. അല്ലാഹു ആ മുഖം അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകമെത്തിച്ചു. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു അവരോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പിന്നീട് ഞാൻ വയല് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സലാത്ത് പറഞ്ഞ് ഈ സരസ് നിൽക്കുമ്പോൾ മഹാനായ തങ്ങളും പാപ്പയും എണീച്ചു നിന്നു. അവസാനം 2 മണിക്കൂർ വയല് കേട്ട് അവസാനത്തെ ദ്വാരക്കാകുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരന്നോളി, ഞാൻ റൂമിൽ പോവാണ്, നിങ്ങൾ പോകുമ്പോ എന്നെ കണ്ടുപോണേ, റൂമിൽ വന്നിട്ട് പോണേ എന്ന് പറഞ്ഞു. ആരാണ് അങ്ങനെ പറയുന്നത്? ഒരു ആലിമും ഒരു തങ്ങളും അള്ളാന്റെ ലോകത്ത് ഇന്നുണ്ടോ? അതാണ് ഓരോ മരണത്തോടു കൂടി നമ്മളൊക്കെ യതീമായി പോയി, അനാഥയായി പോയി. പലപ്പോഴും സങ്കടപ്പെട്ട് കരയാറുണ്ട്. ഓർക്കുമ്പോൾ നമുക്കത് സഹിക്കുന്നില്ല. അങ്ങനെ ഒരാൾ നമുക്കില്ല. അങ്ങനെ റൂമിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ കഞ്ഞി, നമ്മളെ കരിയും ഉണ്ട്, കഞ്ഞി കൊടുക്കടാ, കഞ്ഞി കൊടുക്ക്. അങ്ങനെ നല്ല നെയ്ക്കഞ്ഞി തന്നു. എന്നിട്ട് പറഞ്ഞു, ആ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേള് പറഞ്ഞില്ലേ, കുറെ ഏറെ പറഞ്ഞല്ലോ, ഇതാ എന്റെ വക പൊടിച്ചോളി, ഇത് മദനി തങ്ങളെയും എന്റെയും വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദിയ തരുന്നു. സൂക്ഷിച്ചു ജാഗ്രതയാക്കിട്ട് പോണേ. രാത്രി പോകുമ്പോ ഡ്രൈവറോട് പറയണേ, ആരിങ്ങനെ നമ്മളെ ഉപ്പ വരെ പറയില്ല. ആ നിലക്ക് പറഞ്ഞു. പിന്നീട് ഉറൂസിന്റെ ഒരു സ്റ്റേജിലേക്ക് വരാൻ അല്ലാഹു എനിക്ക് ടൈം തന്നത് ഈ സമയത്താണ്. അതിന്റെ മുമ്പ് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. അത് മഹാനായ താജുൽ ഉലമ തങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടം, ആ സമയത്ത് മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അന്നും എന്നും അത് ഞാൻ ചിന്തിക്കുന്നവനും ഇഷ്ടപ്പെടുന്നവനും ആണ്. അൽഹംദുലില്ലാഹ്. നമ്മളെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി സൈനി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഓരോ ചെറുപ്പക്കാരാണ്. ഇതെല്ലാം നരച്ചിട്ട് പറ്റ വെളുത്തിട്ട് പോയി. വെളുത്തിട്ടാകുമ്പോ വെളുത്ത പോലെ ആക്കണം, കറുത്ത പോലെ ആക്കിയെങ്കിലും ആവില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരായ യുവ പണ്ഡിതന്മാർക്ക് അല്ലാഹു വലിയ ഹിമ്മത്തും ഖുവ്വത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ തിളങ്ങി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു 40 വർഷം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പൊരുത്തത്തോടു കൂടി വഅദും നസീഹത്തും പറയുന്നത് 40 വർഷം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്
മദീനയിലേക്ക് നിങ്ങളെ കൽബ് തിരിയാൻ വേണ്ടി ഒരു 2 മിനിറ്റ് എല്ലാവരും എണീച്ചു നിൽക്കാം. 2 മിനിറ്റ്. ഇലൽ മദീന 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 ഇലൽ ഹബീബ് ഹബീബിനെ കൊള്ളെ. എല്ലാവരും അപ്പ സരസിലേക്ക് വന്നോളി. ആ ബാക്കിൽ ഇരിക്കുന്നവർ മുമ്പിൽ വന്ന് അപ്പുറം ഇപ്പുറം കറങ്ങുന്ന നിങ്ങളെ മദീനത്തുനിന്ന് അല്ലാഹുവിന്റെ ഹബീബ് കാണുമ്പോൾ, ഇവിടുന്ന് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ കാണുമ്പോൾ, എന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ കൂടിയിട്ടവർ കറങ്ങുകയാണല്ലോ. എന്റെ ഉപ്പാപ്പാന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാനെങ്കിലും അവരടുത്തു പോകുന്നില്ലല്ലോ. ഞാൻ ഇവിടെ മരിച്ചു കിടന്നിട്ട് ഇവിടെ നടത്തുന്നത് എന്താണ്? സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ പേരുള്ള കോളേജ്, ഇവിടെയുള്ള ഒരുപാട് മഹല്ലത്തുകളെ നടത്തുകയാണ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ. ഒരുപാട് പള്ളികളും മദ്രസകളും ദർസുകളും നടത്തുന്നു. അഥവാ ഇൽമു ഇവിടെ നിലനിർത്തുന്നു മദനി തങ്ങള്. ആ മദനി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ വഅദ് കേൾക്കലാണ്, ഇൽമു പഠിക്കലാണ്. ഇവിടെ വന്ന് കറങ്ങുമ്പോൾ മദനി തങ്ങൾ നിങ്ങളെ കൂടെ ഇല്ല. മദനി തങ്ങളില്ലാതിരിക്കുമ്പോൾ മദനി തങ്ങളെ ഉപ്പാപ്പ ആരംഭ റസൂലുള്ളാഹി തങ്ങളും നമ്മളെ കൂടെ ഇല്ല. അല്ലാഹുവിന്റെ റസൂലില്ലേ, അവിടെ അള്ളയും ഇല്ല. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം എവിടെയുണ്ട്? അവിടെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം. അതാ ഇവിടെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമയ്യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലുള്ളാഹിനെ പൊരുത്തപ്പെടിച്ചാൽ, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചാൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാണ്, അല്ലാഹുവിനെ പൊരുത്തപ്പെടിച്ചവനാണ്, അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ്. റബ്ബിന്റെ പൊരുത്തം ഹബീബിന്റെ പൊരുത്തത്തിലൂടെ, റബ്ബിന്റെ സന്തോഷം ഹബീബിന്റെ സന്തോഷത്തിലൂടെ, റബ്ബിന്റെ ഇഷ്ടം ഹബീബിന്റെ ഇഷ്ടത്തോടുകൂടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ആവശ്യമുള്ള വാളണ്ടിയർമാർ അവിടെ നിന്നോട്ടെ. അല്ലാത്തവരൊക്കെ സരസിൽ വന്നിട്ട് കുറച്ച് മുമ്പിൽ തന്നെ വന്നാൽ നമുക്കൊരു സലാത്തും സലാമും ചൊല്ലുമ്പോ വിശുദ്ധ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കും, ഈ സരസിനെ കാണും. ആ കാണുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് വലിയ സന്തോഷമുണ്ടാകും. ആ ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കും. അല്ലാഹുവിനെ സ്തുതിച്ചു നമ്മളെ അവിടെ നിന്ന് ഏറ്റെടുക്കും അർഹമുർ റഹീമായ റബ്ബ്. ആ നിലക്കുള്ളൊരു മജ്‌ലിസാക്കി തരട്ടെ. മുത്തുനബി തങ്ങൾ നോക്കി കാണുമ്പോ, മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ നോക്കി കാണുമ്പോ, ഇവരൊക്കെ സന്തോഷിപ്പിക്കുമ്പോ റബ്ബിന്റെ വലിയ പൊരുത്തം, റബ്ബിന്റെ വലിയ റഹ്മത്ത്, വലിയ സകീനത്ത് ഈ സരസിലിറങ്ങും കേട്ടോ, സംശയിക്കണ്ട. അതുകൊണ്ട് എല്ലാവരും സരസിൽ വന്ന് അവിടെയും ഇവിടെയും നിൽക്കാതെ ആവശ്യമില്ലാത്തവർ വന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊരു സലാത്തും സലാമും ചൊല്ലാം. അതിപ്പോൾ തന്നെ മദീനയിൽ കേൾക്കുന്നു. നിങ്ങൾ ചൊല്ലിക്കോളി, ചെയ്തോളി, അതെന്റെ ഖബറിൽ കാണിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ചോളൂ. സ്വലാത്ത് ഏറ്റവും വലിയ അമലല്ലേ, സലാം അമലല്ലേ. ആ അമൽ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങളെ അമൽ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടും. ആ കാണിക്കപ്പെടുമ്പോൾ ഖൈറായ അമൽ ഞാൻ കാണുമ്പോൾ ആ ഖബറിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഓ മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഖബറിൽ സ്തുതിക്കുന്ന, സന്തോഷിക്കുന്ന നമ്മളെ മജ്ലിസ് നോക്കി കാണുന്ന ഒരു മജ്ലിസിലേക്ക് എല്ലാവരും വന്നോളൂ. പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്ത സ്ഥലത്ത് പെണ്ണുങ്ങൾ ഇരുന്ന് വാള് കേൾക്കോളൂ. നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നേ
ഉറൂസാക്കിയാല് ആ ഉറൂസ് മദനി തങ്ങളെ കൂടെയുള്ള ഉറൂസ് അല്ല, അള്ളയും റസൂലും പൊരുത്തപ്പെട്ട ഉറൂസ് അല്ല. നിങ്ങളെ മുഖം അന്യപുരുഷന്മാരെ തൊട്ട് മറക്കണം. ഇപ്പൊ കള്ളത്തരീക്കത്തിന്റെ ശൈഖന്മാരും ആ ശൈഖിന്റെ ആളുകളൊക്കെ മുഖം മറക്കണ്ട, ഒക്കെ തുറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഓരോ ശൈഖിനും വിറ്റ് പണയം വെക്കുന്ന ഈ നശിച്ച കാലം അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഉറൂസിന് വരുമ്പോഴും നിങ്ങളെ ശരീരം ഉമ്മമാരെ മറക്കണം, എല്ലാം മറക്കണം. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഹബീബായ ഭർത്താവായ റസൂലുള്ളാഹിനെ മദീന റൗളയിൽ മറഅടക്കിയപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് സിയാറത്തിന് പോയിരുന്നു. എന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും മറഅടക്കിയപ്പോഴും ഞാൻ സിയാറത്തിന് പോകുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ചു പോയിരുന്നു. പറഞ്ഞാൽ എന്റെ മുഖവും മുങ്കയൊന്നും മറച്ചിരുന്നില്ല. അതിനുശേഷം ഉമർ ബിൻ ഖത്താബിനെ റളിയല്ലാഹു അൻഹു മറഅടക്കിയപ്പോൾ ഞാൻ പിന്നെ സിയാറത്തിന് പോയത് എന്റെ ശരീരം മുഴുവനും മറച്ചിട്ടാണ്. അന്യപുരുഷനായ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ കിടക്കുന്നത് കൊണ്ട് പിന്നെ എന്റെ ശരീരം തുറന്നിട്ട് ഞാൻ സിയാറത്തിന് പോയിട്ടില്ല എന്ന് ഉമ്മമാരെ, നിങ്ങളെ ഉമ്മ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മാന്റെ കൂടെ സ്വർഗം വേണോ, സ്വർഗം വേണോ എങ്കിൽ ആ ഉമ്മ എന്താ ശീലിച്ചത്, ഫാത്തിമ ബീബി എന്താ ശീലിച്ചത്, ആ നടപടിയിലേക്ക് നിങ്ങൾ മാറണം, ചിന്തിക്കണം. അതിന്റെ ഹിദായത്ത് അല്ലാഹു നിങ്ങളെ കൽബി തരണമെന്ന് എന്റെ ഉമ്മമാരോട് ഈ സമയത്ത് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞോ. എല്ലാവരും കൽബും വന്ന് മദീന. ഫോണൊന്നും എടുക്കണ്ട, ഫോണൊന്നും തൊടണ്ട, വേറെല്ല ചിന്തന മറന്നോളി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ചിന്ത മാറുന്നെങ്കിൽ നോക്കണ്ട, കണ്ണ് ചിമ്മിക്കോളി. എല്ലാരും മദീന. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ മദീനം കാണാത്തവരുണ്ട് റബ്ബേ. മദീനം കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ഹബീബിന്റെ മുഖം നോക്കി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി എന്നാ മദീനയിലെത്തി നേരിട്ട് സലാം പറയാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ആ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഖൽബിനെ മദീനയിലേക്ക് തിരിച്ചുകൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച രാത്രിയാണ് ഉറക്കെ പറഞ്ഞോളി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈനി യാ നബി യാ റസൂൽ സലാം യാ ഹബീബ് صلوات العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك ظبي النفور يا نبي يا رسول سلام عليكم يا حبيب صلوات الله عليكم أرحم الراحمين الله ഞങ്ങൾ എല്ലാവരും ചൊല്ലിയ സ്വലാത്തും സലാമും നിന്റെ ഹബീബിന്റെ ദർബാറിൽ നീ കേൾപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ സരസ് നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ റബ്ബേ.
ഖബറിൽ നിന്ന് ഞങ്ങളെ സരസ് കണ്ട് സന്തോഷത്തോടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിന്നെ സ്തുതിക്കുന്ന ആ മജ്ലിസിൽ ഞങ്ങൾ മജ്ലിസിനെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുനിയാവിൻ്റെ സർവ്വ കാര്യങ്ങളെക്കാളും നിന്റെ ഹബീബിനോട് മഹബ്ബത്ത് നൽകണേ അല്ലാ, ഇഷ്ക് നൽകണേ അല്ലാ. മദീനത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ എല്ലാവരും ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരെയും നീ എത്തിക്കണേ അല്ലാ. ആ ഹബീബിന്റെ മുഖം ഖബറിൽ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം പരിചയപ്പെടുന്ന നിലക്ക് അതാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ആ മുഖം നോക്കി ഖബറിൽ പറയാൻ ഞങ്ങൾക്കെല്ലാം ഈ സദസ്സ് കാരണമായി തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്ലിസ് പിരിയുന്നത് വരെ നിന്റെ ഹബീബ് അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന നീ ഇഷ്ടപ്പെടുന്ന മജ്ലിസിൽ പെടുത്തണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. എല്ലാം കുറച്ച് സമയം അവിടെ ഇരുന്നോളി, ഓടാൻ നിൽക്കണ്ട. ശൈത്താൻ ഇങ്ങനെ 4 ഭാഗത്തേക്കും വിളിക്കും. ആ വിളിക്കുമ്പോൾ നിങ്ങൾ പെട്ടുകൊണ്ട. വെള്ളിയാഴ്ച രാത്രിയും വളരെ നല്ല വിലപ്പെട്ട സമയവും 4-5 ദിവസം മുമ്പാണ് നമ്മുടെ കരീം ചെന്നാർ കരീമാജി മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല ആധുനിക രീതിയിലുള്ള പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും എല്ലാം എല്ലാം ആണ് ഇസ്ലാം. എന്തെല്ലാം അക്രമത്തിന്റെയും അനീതിയുടെയും തീവ്രവാദത്തിന്റെയും മതം അല്ല ഇസ്ലാം എന്ന് വളരെ അടിസ്ഥാനപരമായി നമ്മുടെ പ്രിയപ്പെട്ട സൈനി ഉസ്താദ് ഇവിടെ പ്രസംഗിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇത് അല്ലാഹു പറയുന്നു. ഉള്ളാളത്തെ ഖാദിയാർ സാദിൽ സുൽത്താനിൽ ഉലമയല്ല, അല്ലാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണല്ലോ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം. പകുതി പകുതി പകുതി, കണ്ടം കണ്ടം, തുണ്ട് തുണ്ട്, തെള്ളു തെള്ളു, അത് പോരാ. കണ്ടം കണ്ടത്തിന് എന്താ പറയാ? കണ്ടം കണ്ടോ തുണ്ട് തുണ്ട്. മാഷാ അല്ലാഹ്. അതാ തുണ്ട്. അപ്പൊ കണ്ടം കണ്ടം തുണ്ട് തുണ്ട് പോരാ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഇഷ്ടമുള്ളതിൽ ഞാൻ അത് ഓക്കെ, ഞമ്മക്ക് പറ്റാത്തതിൽ ഇല്ല. അങ്ങനത്തെ ഇസ്ലാം നിന്റെ ഇസ്ലാം പറ്റൂല. നീ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് വരണം. നിന്റെ ചുണ്ടം വിരൽ മുതൽ നെറുവന്തര വരെ ഇസ്ലാം തന്നെയായിരിക്കണം. നിന്റെ എവിടെ നോക്കിയാലും ഇസ്ലാം. നിന്റെ സംസാരം കേട്ടപ്പോഴും ഇസ്ലാം. നിന്റെ പെരുമാറ്റം കണ്ടാലും ഇസ്ലാം. നിന്റെ നടത്തം കണ്ടാലും ഇസ്ലാം. നിന്റെ കൊടുത്തം കണ്ടാലും ഇസ്ലാം. നിന്റെ അയൽവാസികളെ കണ്ടാലും ഇസ്ലാം. നിന്റെ കല്യാണം കണ്ടാലും ഇസ്ലാം. നിന്റെ ചാർച്ച ബന്ധം കണ്ടെടുത്തും ഇസ്ലാം. എല്ലായിടത്തും ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അല്ലാഹു പറഞ്ഞു. ചില വിഷയത്തിൽ ഇസ്ലാം, ചില വിഷയത്തിൽ യഹൂദിന്റെ സ്വഭാവം, ചിലയിടത്ത് നസ്രാനി, ചില സ്ഥലത്ത് പച്ച മുശ്രിക്ക്, ചില സമയത്ത് വേറെന്തെങ്കിലും. ഇങ്ങനെ 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 പറ്റൂല, ഇങ്ങനെ പറ്റൂല. പറ്റൂല എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഞാൻ പറയാണ്. അള്ളാഹ് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, പിന്നെ എന്നെ വിളിച്ചിരി. മനസ്സിലില്ല. അള്ളാഹ് പറഞ്ഞതിന് അനക്ക് പറയാൻ അവകാശമില്ല, പിന്നെ എന്തിനാ എന്നെ വിളിച്ചിരി? നിങ്ങൾ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു പറയാം. നിങ്ങളാരും പോണ്ട.
എല്ലാവരും പെരി പോണ്ട, വെള്ളിയാഴ്ച രാത്രിയല്ലേ, കുറച്ച് സമയം ഇരുന്നോളി. അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്. ഇന്നലെ ഒരാൾ ആശുപത്രിയിൽ കൊണ്ട് നോക്കുമ്പോൾ അയാളെ പോക്കളിൻ്റെ അടുത്തൊരു ഒരു 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 ചെറിയ ഒരു കുരു എന്നല്ല പറയാ, കുരു വന്നു. ആ കുരു തോണ്ടിയെടുത്ത് നോക്കാൻ പറയുന്ന പോലെ ട്യൂമർ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. വേറെ ഒരാൾ കഴുത്തിന്റെ അടുത്ത് ചെറിയ ഒരു ചൊറിഞ്ഞിട്ടൊരു പുണ്ണായി, എടുത്തിട്ട് നോക്കും പറയുന്ന പോലെ ഒരു ക്യാൻസർ ആണ്. അത് അതിന്റെ 4 ദറജയും കടന്നിനി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാ ഇപ്പൊ ദുനിയാവിൽ രോഗത്തിന്റെ സൊക്കടിന്റെയും അവസ്ഥ. അതുകൊണ്ട് നല്ല മജ്ലിസിൽ കുറച്ചിരുന്നിട്ട് ദ്വാരന്നോളി, അല്ലാഹു നമ്മളെ കാക്കും. ചിലപ്പോ ശരീരത്തിലുള്ള രോഗം അല്ലാഹു ശിഫാക്കി തന്നേക്കും. എപ്പോഴും നമ്മൾ ഓടാനും പയാനും നിൽക്കണ്ട. ഒരു സന്തോഷവും ഒരു പൊരുത്തവും കുരുത്തവും വാങ്ങണം. കുറേയേറെ പറയില്ല ഇൻഷാ അല്ലാഹ്. ഇവരെ സമയം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ സമയം ചക്കാവി പറയും, കൈ ഇങ്ങനെ ആക്കിയാൽ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ അത്രയും പാപ്പാണ്, നിങ്ങൾ പറയും പോലെ കടുപ്പൊന്നുമില്ല. ഇങ്ങനെ ആക്കിയാൽ മതി, എല്ലാവർക്കും സമയമായി, ഞാൻ നിർത്തും. ജമീയത്തുൽ ഉലമ സെക്രട്ടറി അതെല്ലാം കമ്മിറ്റിന്റെ ആടെ ഈടല്ല. ഇപ്പൊ ദർഗ കമ്മിറ്റിയാണ് പരിപാടി നടത്തുന്നത്. ദർഗ കമ്മിറ്റി പറഞ്ഞ പോലെ ഞാൻ കേട്ടോളൂ. ജമീയത്തുൽ ഉലമ അതാണ്. അവിടെ പോയപ്പോൾ അടുത്ത വിഷയം. സൈനി ഇപ്പൊ സംഘടനന്റെ എല്ലാ നേതാവ് ശരിയാണ്. അറിവ് ഇവിടെ വന്നപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കും ഞങ്ങൾ. അപ്പൊ ഇത് കേട്ടോളി, ബാക്കി മൂപ്പര് പറയും. ദീനിന്റെ അകത്ത് നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കണം. ഒരു മൊയിലാറാകുമ്പോ പൂർണ്ണമായിട്ടും മൊയിലാർ എന്നാവണം. തുണ്ട് മൊയിലാറായാൻ പറ്റില്ല. എല്ലാവർക്കും ബാധകമാണ്. മൊയിലാന്മാർ ദേഷ്യം പിടിച്ചേക്കാം. ഞാൻ ഒരു കട്ടൻ ചായക്ക് പറഞ്ഞു, എന്നോട് പോയി മോനെ നീ എന്നെ കൊടുന്നിട്ട് പറ്റ നോക്കിയ എന്നെ ഓർ ബഹുമാനിച്ചിട്ട് കൊടുത്തിനി എന്ത് പണം കട്ടോളെന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ കാണുന്നില്ല. വരും സാ എങ്ങനെ ആണെങ്കിൽ എല്ലാം പൂർത്തിയാവണം, അല്ലെങ്കിൽ അത് ആവണ്ട. ഇപ്പൊ നീ ഒരു തമ്മിൽ ഇസ്ലാമിലോ കൊണ്ട് അള്ളാഹ് ആബന്ധമില്ല. ഇവിടെ നീ ഇസ്ലാമിലാണെന്ന് അള്ളാഹ്ക്ക് വലിയ ഇതുമില്ല. ആണെങ്കിൽ നീ പൂർണ്ണമായിട്ട് മുസ്ലിം ആവണം. നിങ്ങൾ നോക്ക്. നിങ്ങൾ റെഡിയാക്കി വെച്ചിനാ. ചൂട് കുറഞ്ഞിനി, നേരത്തെ ആക്കി വെച്ചോണ്ട്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഓരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ കൂടെ ഒരു യഹൂദിയായ വലിയ പണ്ഡിതൻ, പ്രൊഫസർ, വലിയ അദ്ദേഹം ഉണ്ടായിരുന്നു. യാത്രയിൽ ഒന്നിച്ച് യാത്രയാണ്. മഗ്‌രിബാകുന്ന സമയത്ത് മൂപ്പര് കുറച്ച് റൊട്ടിന്റെ പൊടിയും കുറച്ച് വെള്ളവും എടുത്തിട്ട് ആ പൊടി കാരക്കന്റെ കഷ്ണം കൊണ്ട് നോമ്പ് തുറക്കണം. ആ നോമ്പ് തുറക്കുമ്പോ തന്റെ അടുത്തിരിക്കുന്ന യഹൂദിക്കും കുറച്ച് വെള്ളവും ഈ റൊട്ടിന്റെ പൊടിയും കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഞാൻ കഴിക്കലില്ല. ചാരി ഇങ്ങനത്തെ ഈ റൊട്ടി കണക്കിന്റെ അയാൾ വലിയ ആളാണ്, വലിയ ആളാണ് കഴിക്കല്. അപ്പോ നിങ്ങൾ കഴിക്കുന്നോ ഇല്ലേ എന്നത് അല്ല എന്റെ വിഷയം. എനിക്ക് നിങ്ങൾ കഴിച്ചിട്ടേ പറ്റൂ. നിങ്ങൾ കഴിച്ചിട്ടേ പറ്റൂ. എന്താ അത്? എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നെ പഠിപ്പിച്ചത്, നീ ഒരു ഭക്ഷണം കഴിക്കുമ്പോ, നീ ഒന്ന് കുടിക്കുമ്പോ നിന്റെ കൂടെയുള്ളവർക്കും കൊടുക്കണം, നിന്റെ അയൽവാസിക്ക് കൊടുക്കണം, കൂടെയുള്ളവർക്ക് കൊടുക്കണം, എന്നിട്ട് അവനും കഴിക്കണം, നീയും കഴിക്കണം. അതാ എന്നോട് പഠിപ്പിച്ചു. നിങ്ങൾ കഴിക്കാണ്ട് എനിക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, അവർ പറഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞില്ലേ,
അവർ കഴിച്ചിട്ട് പറഞ്ഞ് കാലം എത്ര കഴിഞ്ഞാലും ഞങ്ങൾ ആ തെരുവിലാണ്, ആ മാർഗത്തിലാണ്, ആ ഇസ്ലാമിലാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ടും കൂടെയുള്ളവർക്ക് കൊടുക്കാതെ തിന്നാൻ പാടില്ല എന്ന ആ സിദ്ധാന്തം, ആ ദൗത്യം, ആ കടമ നിങ്ങൾ ഇപ്പോഴും നിർവഹിക്കുന്നുണ്ടോ? അതേ നിർവഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇസ്ലാം ആണ്. നിങ്ങൾ നോക്ക്, ഇയാൾ താജ്ജുദ് നിസ്കരിക്കുന്ന കണ്ടിട്ടല്ല, ഇയാൾ ഖുർആൻ ഓതുന്ന കണ്ടിട്ടല്ല, ഇയാൾ വലിയ ആലിമാണെന്ന് കണ്ടിട്ടല്ല. ഇയാളെ ഈ പെരുമാറ്റം കണ്ടപ്പോ ആ പക്ക യഹൂദി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ടോ? കണ്ടോ? നമ്മളോ ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങുന്നിടത്ത് പറഞ്ഞു, അവിടെ ഒരു ദർസ് തുടങ്ങി, 10 മുത്താലിങ്ങൾ 15 മുത്താലിങ്ങൾ. അപ്പൊ ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ എവിടെങ്കിലും പൊരയില് ബിരിയാണി വയ്ക്കുന്നെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ മങ്ങിലമോ അല്ലെങ്കിൽ ബിരുന്നോ ഡിന്നറോ ആക്കുന്നെങ്കിൽ ഒരു 15 മുത്താലിമിങ്ങൾക്ക് എത്ര അരി വേണം? 1 കിലോ മതി. 15 മുത്താലിമിങ്ങൾക്ക് 2 കിലോ അല്ലേ? അപ്പൊ 2 കിലോ അരി നിങ്ങളെ ഡിന്നറിന് നിങ്ങളെ ബിരിയാണിന്റെ കൂടെ എക്സ്ട്രാ ഇട്ടോളൂ. 2 കിലോ. കാരണം ഈ മക്കളെ വീട്ടിലെ മൂക്കിലേക്ക് മണക്കും നിങ്ങളെ ബിരിയാണിന്റെ മണം, നിങ്ങളെ നെയ്ച്ചോറിന്റെ മണം, നിങ്ങളെ നാട്ടിൽ വെച്ചത്. അപ്പൊ ഈ മുത്താലി മക്ക അവരെ മനസ്സിന് കുറച്ചോനെ ഏതോ പെരലി നെയ്ച്ചോറ് വെച്ചിന് ബിരിയാണി വെച്ചിന് മണം വരുന്ന് ഞമ്മക്ക് കിട്ടിയില്ല എന്ന് തോന്നാൻ പാടില്ല. അപ്പോ എല്ലാരും പറഞ്ഞു, ഉസ്താദേ ഇനി ഞങ്ങളെ നാട്ടിൽ ഇരുന്ന് മൈലാഞ്ചി മംഗലം എന്ത് നെയ്ച്ചോറ് ബിരിയാണി വെക്കുന്നെങ്കും ഈ കിടാക്കളെ ഈ മക്കളെ കൂട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ വെക്കൂ. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഈ മുത്താലിമിങ്ങൾക്കുള്ള അരി വേണം. റെഡി. നോക്കുമ്പോ അരിയും തന്ന്, പഞ്ചാരയും തന്ന്, ചായപ്പൊടിയും തന്ന്, ബേക്കറിന്റെ റസ്കും തന്ന്, പിന്നെ പച്ചക്കറിയും തന്ന്, വെജിറ്റബിൾ എല്ലാം തന്നു. അങ്ങനെ തരുന്ന ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഉഷാറിൽ നടക്കുന്നത്. അങ്ങനത്തെ നല്ല മോമിനിങ്ങൾ ഇല്ലെങ്കിൽ നമുക്കിടെ നടക്കാനൊന്നും കഴിയില്ല. ഈ ഭൂമിയൊക്കെ അട്ടിമറിയൂ. ഈ ഭൂമിനെ അള്ള ബാക്കി വെച്ചിനായിരിക്കാണ്. ഹുസൈൻ സാദിക്ക് വേണ്ടിയിട്ടല്ല, ഞമ്മക്കാർക്കും വേണ്ടിയല്ല. അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഭൂമിനെ അള്ളാഹു നിലനിർത്തുന്നത്. അവരെങ്ങാനും പോയാൽ ഈ ഭൂമി അട്ടിമറിയും, പിന്നെ ഇവിടെ ഭൂമി ഉണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ കൂടെയുള്ളവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മളെ പരിസരത്തുള്ളവർ, അവരുടെ ജാതി മതഭേദമന്യേ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൃഷ്ണനാണോ, ജോസഫാണോ, മുസ്ലിമാണോ, ഹൈദറാണോ, യൂസുഫാണോ എന്നല്ല നിന്നോട് നോക്കാൻ പറഞ്ഞത്. നിന്റെ അയൽവക്കത്തുള്ളവർ ആരായിരുന്നാലും ശരി, നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങള്, നിന്റെ വീട്ടിലുണ്ടാകുന്ന ഡിന്നറുകള്, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടിലും ഭക്ഷണമുണ്ടോ, എത്തിയിട്ടുണ്ടോ എന്ന് നോക്കി ജാതിയും മതവും നോക്കാതെ അവിടെ ആ നിലക്ക് ചെയ്യണമെന്ന് ആരംഭപ്പൂവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സ്വഭാവം എന്താ? നമ്മളെ സ്വഭാവം ഭക്ഷണം എല്ലാം വന്ന് ആർക്കെല്ലാം തിന്നിട്ട് ബാക്കി ഒരു പാത്രം ചോറ്, ഒരു ബട്ടളം ചോറ് ബാക്കി. ആ പള്ളിക്ക് വിളിക്കണം, അസ്സലാമു അലൈക്കും ഉസ്താദേ, നമ്മളെ മുത്താലിമിനെ വെച്ചാ അവർ വെച്ചിട്ടായി അല്ലെ, ഒരു ബട്ടളം ചോറ് ബാക്കി ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ബാക്കിയുള്ള ചോറ് തിന്നാനുള്ള സാമാനല്ല ഇത്. അങ്ങനെ പറഞ്ഞു. എന്താ പറയാൻ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ബാക്കിയുള്ള ചോറ് അപ്പുറത്തെ പറക്ക് ഇപ്പുറത്തെ പറക്ക്. നേരത്തെ ആ പുരക്കാരെ വിളിച്ചിട്ടില്ല, ആ കുടുംബത്തിനെ വിളിച്ചിട്ടില്ല, അയൽവാസിനെ വിളിച്ചിട്ടില്ല. ഈ ഇസ്ലാം അല്ല അള്ളാഹു പറഞ്ഞ ഇസ്ലാം.
അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ കൊടുക്കേണ്ടത് ഇത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ് ഇസ്ലാം. ഇർഹമു അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ. പരസ്പരം കാരുണ്യം കാണിക്കുന്നവർ മനുഷ്യനോട് മാത്രമല്ല മൃഗത്തിനോട് വരെ കാരുണ്യം കാണിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറഞ്ഞു. എത്രത്തോളം നിങ്ങൾക്ക് കോഴി അറുത്ത് തിന്നാം, ആട് അറുത്ത് തിന്നാം, മറ്റ് മൃഗങ്ങൾ അടുത്ത് തിന്നാം, അറുക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അറബ് നന്നായി അറുക്കണം. കിതാബോദിയ ആലിമീങ്ങൾക്കറിയാം, ഓതിയ ആൾക്കറിയാം എങ്ങാണ് നന്നായി അറുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അറുക്കുന്ന ജീവിയോട് കാണിക്കുന്ന ഇഹ്സാൻ എങ്ങനെയാണ്? നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ മൃഗത്തിനിക്ക് വേദന അറിയാതെ മൂർച്ചയുള്ള കത്തി കൊണ്ട് വളരെ പെട്ടെന്ന് കലാസ് മുറിഞ്ഞിട്ടായി. ഇതാണ് അറുക്കുന്ന ജീവിയോടുള്ള റഹ്മത്ത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, അറുക്കുന്ന ജീവിയോടുമുണ്ട് കാരുണ്യം കാണിക്കേണ്ടത്. ഇനി പണ്ടപ്പോഴോ മൂർച്ചയാക്കിയ ഒരു കത്തി, ആ കത്തി കണ്ടാൽ തന്നെ കറിയും. ആ കത്തിയിൽ ഇപ്പൊ കോഴി അറക്കുന്നില്ല, അല്ല കാത്ത് ഇപ്പൊ കോഴി കൊണ്ടുള്ള ആടറക്കുന്നില്ലേ, ആട്. ഇവിടെ വരെ കാരുണ്യവും സ്നേഹവും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തിനോട് വരെ കാരുണ്യമില്ലാത്ത പെരുമാറ്റം ഓ മുസ്ലിമീങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പൂർണ്ണ ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ആളുകൾ നിങ്ങളാവണം. നിങ്ങൾ കണ്ടു ഹബീബായ റസൂലുള്ളാഹി സലാത്ത് ഉറക്കെ ചൊല്ലിക്കോളി മുഹമ്മദ് റസൂലുള്ളാഹി. സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാരകമായ രോഗം തരാതിരിക്കട്ടെ, ഐസുവിൽ നമ്മളെ കൊണ്ടുപോയി കടത്താതിരിക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ ഒരു സ്ഥലത്ത് നബിയും സഹാബത്ത് നോക്കുമ്പോ ഒരു മാന് നിങ്ങൾക്ക് നമുക്ക് അങ്ങോട്ടൊന്നും അറിയില്ല. ജീക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അല്ല, മാനാണ്. ആധനികൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും സമ്മാനം എന്താണ്. അപ്പോ ജീക്കെന്ന് പറയാം, മാന്. ആ ജീക്കനെ മാനിനെ ഒരാൾ വേട്ടയാടി പിടിച്ചുകൊണ്ടുവാണ്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹിനെ കണ്ടു. ഓ സഹോദരന്മാരെ, ആ ജീക്കറിയാം, ആ മാനറിയാം, ഇത് കാരുണ്യത്തിന്റെ മതം പഠിപ്പിക്കാൻ വന്ന നേതാവാണ്. എന്നെ രക്ഷപ്പെടുത്താൻ ഈ നേതാവിനോട് പറയണം. ഹബീബായ റസൂലുള്ളാഹിനോട് ആ ജീക്ക വന്നിട്ട്, ആ മാന് വന്നിട്ട് പറയുന്നു, ഓ നബിയേ, എന്നെ ഈ വേട്ടക്കാരൻ വേട്ടയാടി പിടിച്ചിട്ടുണ്ട്, ഈ ശിക്കാരിക്കാരൻ എന്നെ പിടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് നബിയേ, ആ കുഞ്ഞുങ്ങൾക്ക് ഞാനൊന്നും മുലപ്പാല് കൊടുത്തിട്ട് ആ എന്റെ കുഞ്ഞുങ്ങളെ ദാഹം തീർത്ത് വിശപ്പ് തീർത്ത് ഞാൻ ഇങ്ങോട്ട് വരാം നബിയേ. തങ്ങൾ എനിക്കൊന്ന് ജാമ്യം നിൽക്കണം, ഞാനൊന്ന് എന്റെ കൂട്ടിലേക്ക് പോയിട്ട് വരാം. ഈ ശിക്കാരിക്കാരനോട്, വേട്ടക്കാരനോട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോക്ക് കാരുണ്യം. നമ്മളുണ്ടോ മനുഷ്യനെ കൊല്ലുന്നവർ? നമ്മളല്ല. തീവ്രവാദി നമുക്കാകാൻ കഴിയില്ല, മുസ്ലിമീങ്ങൾക്കാകാൻ പാടില്ല, ഉഗ്രവാദിയാകാൻ പാടില്ല, കഴിയില്ല. നിങ്ങൾ കണ്ടോ, കാട്ടുന്ന ശിക്കാരി നടത്തിയിട്ട് പിടിച്ച ഈ ജീക്കെ ഇത് വന്നിട്ട് ആരംഭ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അള്ളാന്റെ ഹബീബ് വേട്ടക്കാരനോട്, ശിക്കാരിക്കാരനോട് പറഞ്ഞു, നീ ആ മാനിനെ ജീക്കനെ വിട്ടേക്ക്, അതതിന്റെ കൂട്ടിൽ പോയിട്ട് അതിന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ട് വരട്ടെ. കാരുണ്യത്തിന്റെ കടലായ റഹ്മത്തിൽ ലിൽ ആലമീനായ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും എന്ന് പറഞ്ഞ ആ റഹ്മത്തിന്റെ പ്രവാചകൻ ഈ ശിക്കാരിക്കാരനോട് പറയുമ്പോൾ അവൻ പറഞ്ഞു, അല്ല മുഹമ്മദേ, അവൻ റസൂലുള്ളാഹിന്റെ വിശ്വാസിയല്ല. നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ ഇത്ര ദിവസമായി കാട്ടിൽ കഷ്ടപ്പെട്ട് ഈ ശിക്കാരി ചെയ്തിട്ട് ഈ മൃഗത്തിനെ പിടിക്കുന്നത്, ഇതിനെ കൂട്ടിലേക്ക് അയച്ചാൽ ഇത് തിരിച്ചു വരുമോ?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജാമീനാണ്. ആ മൃഗം തിരിച്ചു വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, നീ വിട്ടയക്കൂ എന്ന് പറഞ്ഞു. ആ ജീക്കെ ആ മാൻ വേഗത്തിൽ അതിന്റെ കൂട്ടിലേക്ക് ഓടുന്നു. എന്നിട്ട് ആ മക്കൾക്ക് പാല് കൊടുത്ത ആ മക്കളെ വിശപ്പും ദാഹം തീർത്തിട്ട് ആ ജീക്ക ഓടി വരികയാണ്, മാൻ ഓടി വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി പറയുന്ന, യാ റസൂലല്ലാഹ്, ഇതാ ഞാൻ വന്നിട്ടുണ്ട് നബിയേ, തങ്ങൾ എനിക്ക് ജാമീൻ നിന്നതല്ലേ, തങ്ങൾ പോയിക്കോളൂ. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ആ വേട്ടക്കാരൻ പറയുന്നു, നബിയേ എനിക്ക് ഈ മാന് വേണ്ട, ഞാൻ ഈ ജീക്കനെ കൊണ്ടുപോകുന്നില്ല, അതിനെ വിട്ടേക്കൂ നബിയേ. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണോ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യനിക്ക് മറ്റൊരു മതക്കാരനെയോ മറ്റൊരു രാഷ്ട്രീയക്കാരനെയോ മറ്റൊരു ആരെങ്കിലും ഒരു മനുഷ്യനെയോ മൃഗത്തിനെയോ ഒരു വസ്തുവിനെ വേദനിപ്പിക്കാനോ ആക്രമിക്കാനോ അവനക്ക് നൊമ്പലമാകുന്ന വേദനയാകുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെടാനോ ഒരു യഥാർത്ഥ മുസ്ലിമിന് കഴിയില്ല. വലിയ കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾ കണ്ടില്ലോ, കുറെ സ്വഹാബാക്കൾ യുദ്ധക്കളത്തിൽ കിടക്കുന്നു മുറിവേറ്റിട്ട്. ഒരാള് വന്നിട്ട് വെള്ളം കൊണ്ടുവരുന്നു. വെള്ളം കൊടുന്നിട്ട് ആ ഒരു സ്വഹാബിക്ക് കൊടുക്കുമ്പോ ആ സ്വഹാബി പറയുന്നു, എന്നെക്കാൾ മുമ്പിതാ പടക്കളത്തിൽ വീണ ഒരാളുണ്ട്, അയാള് നേരത്തെ ദാഹിച്ചിട്ട് വെള്ളം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അയാൾക്ക് കൊടുത്തോളൂ, എനിക്ക് പിന്നെ തന്നാ മതി. അയാളെടുത്ത് വെള്ളം കൊണ്ടുപോകുമ്പോ ആ സ്വഹാബി പറയുന്നു, എന്നെ ാള് മുമ്പ് ഇവിടെ വീണ ഒരാളുണ്ട്, അയാൾക്ക് കൊടുത്തോളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാറി പോയി അവസാനത്തെ അടുത്തേക്ക് എത്തുമ്പോ സഹോദരന്മാരെ, ഈ കാണിച്ച പലരും ദാഹിച്ചു മരിച്ചു പോയിട്ടുണ്ടാ. അപ്പൊ ഞാൻ ദാഹിച്ചു മരിക്കോ എന്ന് പേടിയല്ല, തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സുഹൃത്ത് എന്നെക്കാളും ദാഹിച്ചിട്ടുണ്ട്, അയാള് വെള്ളം കുടിച്ച് രക്ഷപ്പെടട്ടെ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ കാരുണ്യമല്ലാതെ, സ്നേഹമല്ലാതെ, വാത്സല്യമല്ലാതെ വർഗീയതയോ തീവ്രവാദമോ ഉഗ്രവാദമോ അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലേ ഇല്ല. ആരെങ്കിലും ഉഗ്രവാദികളായി തീവ്രവാദികളായി ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നോ എങ്കിൽ അവർക്ക് ഈ ദീനുമായി മതവുമായി ബന്ധമേ ഇല്ല. അവർ പൂർണ്ണമായി ഇസ്ലാമിൽ കടന്ന ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞതിൽപ്പെട്ടവരല്ല. അവരെവിടെ? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ മാർഗത്തിനോട് നിങ്ങൾ പിൻപറ്റണ്ട. അതാണ് അല്ലാഹു രണ്ടാമത് പറഞ്ഞത്. അഥവാ നാട്ടിൽ വർഗീയതയും അക്രവും അനീതിയും കൊള്ളയും കൊലയും ഒക്കെ നടത്തുന്ന കക്ഷികള് ശൈത്താനിന്റെ ആളുകളാണ്, ശൈത്താനിന്റെ ആളുകളാണ്. അത് ശൈത്താന്റെ തെറുവാണ്, ശൈത്താനിന്റെ മാർഗമാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗമല്ല. ഇത് നിങ്ങളും നമ്മളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മളെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്ത് ഉഷാറാകുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ്. ഇവിടെ ആലിമീങ്ങളുണ്ട്, നല്ല ഉഷാറുള്ള പണ്ഡിതന്മാരുണ്ട്. ചോദിച്ചോക്ക്, ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്, ഭയങ്കര ചൂട്, അറേബ്യൻ നാട്ടിന്റെ ചൂട്. വളരെ ദൂരപ്പെട്ട സ്ഥലത്ത് ചില മരങ്ങളുണ്ട്.
ഒരു മരത്തിന്റെ ചുവട്ടിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ഇരുന്നു. തന്റെ കയ്യിലുള്ള വാള്, അന്ന് യാത്രയില്ല, എല്ലാവരും വാള് കൊണ്ട് കിടക്കും. യുദ്ധത്തിന് പോയി വരല്ലേ, വാളുണ്ട്. യുദ്ധം കഴിഞ്ഞ് വരുന്ന വൈക്ക് ആ വാള് മരത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കി അല്ലാഹുവിന്റെ റസൂൽ ആ മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങി. സ്വഹാബത്ത് എല്ലാം ഓരോ ഭാഗത്തും പോയിട്ട് കടന്നുറങ്ങി. അപ്പൊരു തീവ്രവാദി, ഒരു ഉഗ്രവാദി ഒളിച്ചിരുന്നിട്ട്, അന്നേയുണ്ട് ഈ തീവ്രവാദി ഉഗ്രവാദി, ഒളിച്ചിട്ടിരിക്കുന്നവരും എല്ലാം ഉണ്ട്. അവൻ തന്ത്രപരമായിട്ട് മെല്ലെ എണീറ്റ് വന്നു. സ്വഹാബത്തെല്ലാം ഓരോ സ്ഥലത്ത് ഉറങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് ആ മരത്തിൽ തൂക്കിയ തളുവാർ മെല്ലെ അറിയാതെ ഊരിയെടുത്ത് അതിന്റെ ഒറയിൽ നിന്ന് ഊരിപ്പിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞെട്ടി ഉണർന്നു നോക്കുമ്പോ ഒരു ഭീകരവാദിയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ. അവന്റെ മുടിയും അവന്റെ തലയും അവന്റെ വേഷവും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു തീവ്രവാദി ആ റസൂലുള്ളാഹിന്റെ തളുവാർ അവന്റെ കയ്യിൽ പിടിച്ച് ചോദിക്കാണ്, മൻ യംനഉക മിന്നി യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, മൻ യംനഉക മിന്നി യാ മുഹമ്മദു, ഓ മുഹമ്മദേ, ഇപ്പോ ഞാൻ നിന്നെ ഈ നിന്റെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാണ്, നിന്റെ കഴുത്ത് വെട്ടിക്കൊല്ലാണ് ഞാൻ. നിന്നെ തടയാൻ നിനക്ക് ആരുണ്ട്? നിന്റെ അനുയായികൾ അപ്പുറം ഇപ്പുറം എല്ലാ സ്ഥലത്തും പോയി കടന്നുറങ്ങുന്നുണ്ട്. നിന്നെ തടയാൻ ആരുണ്ട്? നിനക്ക് രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഇപ്പൊ ഞാൻ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഉടനെ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറുപടി, എന്നെ തടയാൻ ആരുണ്ടെന്നല്ലേ നിന്റെ ചോദ്യം? അല്ലാ അല്ലാ അല്ലാ. ഈ മറുപടി കേൾക്കലോടുകൂടി ഈ ഭീകരവാദിന്റെ കയ്യിൽ നിന്ന് കൈ വിറച്ചു, വാള് താഴെ വീണു. അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചില്ല, ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചില്ല, സഹാബത്തിനെ വിളിച്ചില്ല, ആരെയും വിളിച്ചിട്ടില്ല. മറുപടിഞ്ഞു, എന്നെ കാക്കാൻ, നിന്നെ തടയാൻ എനിക്ക് ആളുണ്ട്, അല്ലാ. അപ്പോൾ ഇവന്റെ കൈ വിളച്ചു, വാള് തളുവാറ് താഴേട്ട് വീണു. ഉടനെ ആ തളുവാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. എടുത്തിട്ട് കയ്യിൽ പിടിച്ചു. കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് അതേ ചോദ്യം ചോദിച്ചു, ഓപ്പോസിറ്റ്. നല്ല ടൈം അല്ലേ, ചാൻസ് അല്ലേ, നല്ല ചാൻസ്. എന്താ ചോദിച്ചത്? മൻ യംനഉക മിന്നി യാ ഫുലാൻ, മൻ യംനഉക മിന്നി യാ ഫുലാൻ. ഇന്ന മനുഷ്യ, തീവ്രവാദിനെ വിളിച്ചില്ല, ഉഗ്രവാദിനെ വിളിച്ചില്ല. ഫുലാൻ, ഇന്ന മനുഷ്യ, ഇപ്പൊ നിന്നെ ഞാൻ അങ്ങോട്ട് വെട്ടാണ്. നിന്നെ തടയാൻ ആരുണ്ട്? നിന്നെ വെട്ടുമ്പോ തടയാൻ ആരുണ്ട് നിനക്ക്? തടയാൻ ആരുണ്ട്? നിന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വെട്ടാണ്, ഇപ്പൊ വാൾ എന്റെ കയ്യിലാ. നിന്നെ തടയാൻ ആരുണ്ട് നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ ഈ തീവ്രവാദിക്കറിയാം ഇത് റഹ്മത്തുൽ ലിൽ ആലമീനായ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതറിഞ്ഞ തീവ്രവാദി പറയുന്നു, നിങ്ങൾ വാള് കയ്യിൽ പിടിച്ചവരിൽ ഏറ്റവും ഖൈറായവരാണ്. വാള് കയ്യിൽ പിടിച്ച നിങ്ങൾ ഏറ്റവും ഖൈറായവരാണ്, നല്ല ആളാണ്. നിങ്ങളാരെയും വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന ആള് അല്ല. മറുപടി ഉണ്ടോ? എന്നെ നിങ്ങൾ വെട്ടിക്കൊല്ലൂല, നിങ്ങൾ ഖൈറായ ആളാണ്. വാള് പിടിച്ച കാലത്ത് ഏറ്റവും ഖൈറായ ആളാണ് നിങ്ങള്. നിങ്ങൾ എന്നെ വെട്ടിക്കൊല്ലുന്ന ആളല്ല, പിന്നെ എനിക്കെന്തിനാ ആള്? ഹബീബായ റസൂലുള്ളാഹി, അതങ്ങ് മുണ്ടുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സൈൻ ഉസ്താദ് വേദം വേണ്ടിയിട്ടല്ല കറങ്ങി. ഞാൻ നിർത്തി. നിങ്ങൾ നിർത്താൻ എന്തേലും ചോദിക്കുന്നു. ഞാൻ നിർത്തി.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് ഈ മനുഷ്യനോട് ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അഥവാ നീ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഓ, മെമ്പർഷിപ്പ് എടുക്കുന്നില്ലേ? അങ്ങനെ ഒരു ഇസ്ലാമിൽ അങ്ങനെ ഇസ്ലാം ഇല്ല. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു. ഇല്ല നബിയെ, ഇല്ല, ഞാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞു, എന്നാ പോയിക്കോ. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം കൂടി, ഞാൻ നാട്ടിൽ പോയാൽ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിക്കോളാം. മാഷാ അല്ലാഹ്. ഞാൻ പോയിട്ട് നാട്ടിൽ പറയും, എന്നെ കൊല്ലാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിട്ട് എന്നെ വിട്ടയച്ച ആളെടുത്താണ് ഞാൻ വന്നത്. അയാള് മനുഷ്യനെ കൊല്ലുന്ന ആളല്ല, അയാൾ ഇസ്ലാം ആ നിലക്കാണ് എന്ന് ഇസ്ലാമിന്റെ പ്രചരണം ഞാൻ എൻ്റെ നാട്ടിൽ നടത്തിക്കോളാം. നിങ്ങളെപ്പറ്റി ഞാൻ നന്മ പറഞ്ഞോളാം. അതിന്റെ ആവശ്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടല്ല, അതവർക്ക് പറയേണ്ട ആവശ്യമാണ്. കാരണം എന്താ, അവൻ ഈ സാഹചര്യത്തിൽ വിട്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട്, ഇതാ എന്നെ കൊല്ലാൻ വന്നാലാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല, ഇസ്ലാം വരുന്നില്ല, ഓനെ നിങ്ങൾ കൈകാര്യം പറഞ്ഞു, ഇല്ല, അവനെ വിട്ടയച്ചു. ഇതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് നമ്മളെല്ലാവരോടും, നമ്മൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ജമാഅത്തുകൾ തമ്മിലും അയൽവാസികൾ തമ്മിലും കമ്മിറ്റിക്കാർ തമ്മിലും സംഘടനകൾ തമ്മിലും നേതാക്കൾ തമ്മിലും എല്ലാം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുബാത്തി ശൈത്താൻ, ശൈത്താന്റെ വഴിക്ക് നമ്മൾ കടന്നുകൂടാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു കമ്മിറ്റിക്കാരന് മറ്റൊരു കമ്മിറ്റിക്കാരനെ കണ്ടുകൂടാ, ഒരു മൊയ്ലാർക്ക് മറ്റൊരു മൊയ്ലാറെ കണ്ടുകൂടാ, ഒരു പണക്കാരന് മറ്റൊരു പണക്കാരനെ കണ്ടുകൂടാ, ഒരു സംഘടനക്ക് മറ്റൊരു സംഘടന കണ്ടുകൂടാ. ഇത് ഇസ്ലാം അല്ല, ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യം അല്ല. അത് ചെയ്യുന്നവരെല്ലാം അവരെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് നശിച്ചാലും തർക്കേടില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചത്, ഞാൻ ഉദ്ദേശിച്ച് നടക്കണം. അത് ദീന് പൊളിഞ്ഞാലും തർക്കേടില്ല, ദർസ് പൊളിഞ്ഞാലും തർക്കേടില്ല, പള്ളി പൊളിഞ്ഞാലും തർക്കേടില്ല. എന്റെ സ്വന്തം സ്വാർത്ഥത എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവൻ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ അല്ല. അല്ലാഹു നമ്മളെല്ലാവരെയും പരസ്പരം സ്നേഹമുള്ള, കാരുണ്യമുള്ള, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു നിലക്കും ആരോടും ഒന്നും ചെയ്യാതെ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും കൽബിന്റെ ഉടമകളായി അല്ലാഹു നമ്മളെ മുഴുവനും ആക്കി തരുമാറാകട്ടെ. സ്വന്തം പുരക്കാരെയും സ്വന്തം കുടുംബത്തിനെയും സ്വന്തം അയൽവാസികളെയും കാണാത്തവർ ആരെങ്കിലും കണ്ടിട്ട് ഗുണം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്തെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുർബ, ഖറാബത്ത്, കുടുംബം, ജ്യേഷ്ഠ അനുജന്മാർ, ഉപ്പന്റെ ജ്യേഷ്ഠ അനുജന്മാര്, ഉമ്മാന്റെ ആങ്ങളമാര്, ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കള്, അവരവരെ സ്നേഹിക്കാത്തൊരു സമൂഹമായി നമ്മുടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ചാർച്ചന ചേർക്കാൻ, കുടുംബത്തിന്റെ ബന്ധം ഓർപ്പിക്കാനും, അയൽവാസികളോട് ജാതിയും മരം നോക്കാതെ കാരുണ്യം, സ്നേഹം നൽകാനും, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി, അവന്റെ വിശപ്പകറ്റാനും, കണ്ണീരൊൽപ്പിക്കുന്നവന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കാനുമുള്ള ആ ഈമാനും ഹിദായത്തും ഇസ്ലാമും അല്ലാഹു നമുക്കും നമ്മളെ മക്കൾക്കും നമ്മളെ പരമ്പരക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരാളെ കണ്ണുനീരിൽ സന്തോഷിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഏതൊരു മനുഷ്യന്റെയും മാനം കളയരുത്. ഒരു മനുഷ്യന്റെ മാനം, അവന്റെ ജീവൻ, അവന്റെ മുതല്, ഇത് മൂന്നും ഒരേ സ്ഥാനമാണ്.
ഒരു മനുഷ്യന്റെ അഭിമാനം, അവന്റെ ഇർള്, അതുപോലെ അവന്റെ നഫ്സ്, അവന്റെ മാല്, ഇത് മൂന്നും ഒരേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതൊരാളെയും മാനം കടത്താൻ, നാണം കടത്താൻ, അവന്റെ കുറ്റങ്ങളും അയബുകളും കുറവുകളും പറഞ്ഞ് ജനമധ്യേ, കുടുംബത്തിന്റെ മധ്യേ, സംഘടനന്റെ മധ്യേ ഏതൊരു മനുഷ്യനെയും അപമാനിക്കാനോ അല്ലെങ്കിൽ അവന്റെ മാനം കടത്താനോ നാണം കടത്താനോ ഒരു യഥാർത്ഥ മുസ്ലിമിന് കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും കണ്ടുപോയാൽ അത് പരിഹരിച്ചുകൊണ്ട് എല്ലാവരുടെയും മാനവും മര്യാദയും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മാനം അല്ലാഹു കാക്കും, നമ്മളെ മര്യാദ അല്ലാഹു കാക്കും, നമുക്ക് അല്ലാഹു ഐശ്വര്യം തരും, അല്ലാഹു നമുക്ക് റഹ്മത്ത് തരും. മറ്റൊരാളോട് നമ്മൾ കാണിക്കുമ്പോൾ അല്ലാഹു നമ്മോട്ട് കാണിക്കും. ഈ നിലക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കണമെന്ന് മാത്രം പറഞ്ഞു. ദുൽമ്, അക്രമം, അനീതി, തിന്മ ഒരിക്കലും ഒരാളും മറ്റൊരാളോട് കാണിക്കരുത്, മനസ്സിൽ ചിന്തിക്കരുത്, ആഗ്രഹിക്കരുത്. മറ്റൊരുത്തന്റെ മാനം നഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് മറ്റ് എന്റെ മാനം ഞാൻ എങ്ങനെ കാക്കുന്നുവോ, എന്റെ അഭിമാനത്തിന് ഞാൻ എന്ത് വില കൊടുക്കുന്നുവോ, അതുപോലെ എല്ലാവരുടെയും മാനവും അവരുടെ അഭിമാനത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും, ഞാൻ പട്ടിണി കിടക്കുമ്പോൾ തന്നെയാണ് എന്റെ കുടുംബം പട്ടിണി കിടക്കല്, എന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത്, എന്റെ മക്കൾ വസ്ത്രം ധരിക്കും പോലെയാണ് എന്റെ കുടുംബത്തിലെ പാവങ്ങൾ വസ്ത്രം ധരിക്കലും അവർ ഭക്ഷണം കഴിക്കലുമെന്ന് ചിന്തിക്കുന്ന കൽബിന്റെ ഉടമകളായി നമ്മളൊക്കെ മാറിയാൽ നമ്മുടെ നാട് നന്നായി, നമ്മുടെ കമ്മിറ്റി, നമ്മുടെ ഭരണം, നമ്മുടെ മഹല്ല് കമ്മിറ്റി, നമ്മുടെ സംഘടനകൾ, പ്രവർത്തനങ്ങൾ എല്ലാം നന്നായി. അർഹമുർ റഹീമായ റബ്ബേ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പരസ്പരം സ്നേഹമുള്ളവരും പരസ്പരം കാരുണ്യമുള്ളവരിലും പരസ്പരം ഗുണം ചെയ്യുന്നവരിലും ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ. പരസ്പരം ഗുണം ചെയ്യുന്നവർക്ക് റഹ്മാനായ അല്ലാഹു നീ യാ റബ്ബായ നീ ഗുണം ചെയ്യുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും റാഹിമീങ്ങളിൽ അഥവാ പരസ്പരം കൃപ ചെയ്യുന്നവരിൽ, ഗുണം ചെയ്യുന്നവരിൽ, റഹ്മത്ത് ചെയ്യുന്നവരിൽ, കണ്ണീരൊപ്പുന്നവരിൽ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ടാർക്കും ഒരു വേദനയോ ഒരു നമ്പലമോ അവരെ മാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വരാതെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഒരാൾക്കും ഞങ്ങളെ കൊണ്ടൊരു വേദനയായി, അവന് ടെൻഷനായി, ഞങ്ങളെ കാരണം കൊണ്ട് അങ്ങനെയാകുന്നൊരവസ്ഥ നീ തരല്ലേ റബ്ബേ. ആർക്കും ഞങ്ങളെ കൊണ്ടൊരു ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാൾക്കും ഞങ്ങളെ കൊണ്ടൊരു അക്രമം, ഒരു ഉപദ്രവം, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സ്നേഹമുള്ളവരിലും മറ്റുള്ള മതസ്ഥരോടും സ്നേഹം കാണിക്കുന്ന സഹോദര്യം കാണിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാഹ്. ഉഗ്രവാദികളും തീവ്രവാദികളും നിട്ടും ഈ ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, നിന്റെ പൊരുത്തത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ സേവനത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളുടെ ഉലമാക്കൾക്ക്, ഞങ്ങളുടെ സംഘാടകർക്ക്, പ്രവർത്തകന്മാർക്ക്, പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് ഈ ദർഗാ കമ്മിറ്റിയും ഇവിടുത്തെ ശരീഅത്ത് കോളേജുകളും മറ്റ് ദീനീ സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പെടുന്നതിനുള്ള മരണം തരല്ലേ അല്ലാഹ്. മാരകമായ രോഗം തന്ന് ഞങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് കളയുന്ന രോഗത്തിൽ ഞങ്ങൾ ആരെയും നീ കടത്തിക്കളയല്ലേ റഹ്മാനേ. നീ ഞങ്ങളെ കാക്കണം റബ്ബേ. ഞങ്ങളെ നീ സലാമത്തിലാക്കണം അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട്, ഫഖീർത്തരം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആരെ മുമ്പിലും ഞങ്ങളെ നീ ഫളിഹത്താക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫളിഹത്താക്കല്ലേ റബ്ബേ.
കടത്തിലാക്കി കളയല്ലേ അല്ലാ, കഷ്ടത്തിലാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളെ ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച രാത്രിയുടെ ബറക്കത്ത്, ഈ മജ്ലിസിന്റെ ബറക്കത്ത്, ഞങ്ങൾക്കെല്ലാവർക്കും പരിപൂർണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ. ഈമാനില്ലാതെ കുഫ്രിയത്തിലായി, നിഫാഖിലായി, ദുനിയാവിന് വേണ്ടി ജീവിച്ച് ചത്തുപോകുന്നവരിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, മുഹിബ്ബീങ്ങൾ, ഈ ഉള്ള ആളന്തർഗയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഞങ്ങളോട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരായി ജീവിച്ച് മരണപ്പെട്ടു പോയവരുണ്ടോ, നാട്ടിലുള്ളവർ, ഗൾഫിലുള്ളവർ, അല്ലാഹുവേ എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. അദാബിന്റെ കുഴിയാക്കല്ല റബ്ബേ. അവരെയും ഞങ്ങളെയെല്ലാം നീ ജന്നാത്തുൽ